നമസ്കാരം. പ്രധാന വാർത്തകൾ. മാടമ്പിത്തറവാടിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിലെല്ലാം റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം 10 കോടിയോളം വിലമതിക്കുന്ന കണക്കില്ലാത്ത പണമാണ് മാടമ്പി ഫിനാൻസിൽ നിന്ന് മാത്രം ഓഫീസേഴ്സ് കണ്ടെത്തിയിരിക്കുന്നത്. അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ACP ശക്തിദേവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം. ടിവിയിലെ ന്യൂസ് കാണുന്തോറും തറവാട്ടിലുള്ളവരെല്ലാം ആധിയോടെ അതിലേക്ക് തന്നെ ശ്രദ്ധിച്ചിരുന്നു. ഏത് നിമിഷവും പോലീസ് ഇവിടേക്ക് വരാൻ സാധ്യതയുണ്ടമ്മേ. ശ്രീധരേട്ട് ഇങ്ങനൊരു കടുകയോ ചെയ്യുമെന്ന് ആരെങ്കിലും കരുതിയോ? അമർഷത്തോടെ ശേഖരം പറഞ്ഞുകൊണ്ട് തന്നെ അമ്മയെ നോക്കി. 80 വയസ്സിലും ആഠ്യത്വം നിറഞ്ഞു നിൽക്കുന്ന മുഖം. മാടമ്പി തറവാടിലെ കാരണവസ്ഥാനം ഇന്ന് അവർക്കാണ്. ഭർത്താവ് ഗോപാലകൃഷ്ണന്റെ മരണത്തിന് ശേഷം തറവാട് സ്ഥാപനങ്ങളെല്ലാം അടക്കി ഭരിക്കുന്ന സ്ത്രീ. പേരിലുള്ള ശാന്തതയൊന്നും പെരുമാറ്റത്തിലും പ്രവൃത്തിയിലുമില്ല. എല്ലാവരെയും അടക്കി ഭരിച്ചാണ് ശീലം. മരുമക്കളെയും പേരക്കുട്ടികളെ ഉൾപ്പെടെ സ്വന്തം കീഴിൽ അടക്കി നിർത്താൻ ആഗ്രഹിക്കുന്ന സ്ത്രീ. ഈ തറവാടിന്റെ പാരമ്പര്യവും അഭിമാനവും വെച്ച് കളിച്ചവനൊന്നും ഇനി കുടുംബത്തിലുണ്ടാവരുത്. ഹരി, DGPയെ വിളിക്കാൻ സെർച്ച് എന്നും റെയ്ഡെന്നും പറഞ്ഞ് തറവാട്ടിൽ ഒരുത്തനും കയറിയിറങ്ങാൻ ഞാൻ അനുവദിക്കില്ല. ധാർഷ്ട്യത്തോടെ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ മുറ്റത്ത് പോലീസ് ജീപ്പും ACPയുടെ ഒഫീഷ്യൽ വാഹനവും വന്നിരിക്കുന്ന ശബ്ദം കേട്ടിരുന്നു. പുറകെ മീഡിയാസും. തറവാടിനകത്തുള്ള സ്ത്രീകളെല്ലാവരും ഭയത്തോടെ ശ്രീദേവി അമ്മയെ നോക്കി. ദേഷ്യം കൊണ്ട് അവരുടെ മുഖം ചുവന്ന് തുടുത്തു. നമുക്കൊന്നും ചെയ്യാനാവും തോന്നില്ല അമ്മേ. പുതിയ ACPയെ പറഞ്ഞ അമ്മ അറിയും. അമ്പാട്ടെ ഗണേശന്റെ മകനാ ശക്തിവേദ്. ഇതുപോലെ കേസ് ഇട്ടാൻ കാത്തിരുന്ന അവൻ തറവാടിനെ നാണം കെടുത്താൻ. DGPക്ക് മുകളിൽ അല്ലല്ലോ ACP. വിളിച്ചു പറയാളോട് അമ്പാട്ടുള്ള ഒരുത്തന് ഇവിടെ കാല് കുത്തരുതെന്ന്. അതിനയാൾ സമ്മതിക്കില്ല അമ്മേ. അയാളുടെ മകളുമായിട്ട് വിവാഹർപ്പിച്ചു വെച്ചിരിക്കുക. പെണ്ണുകാളെല്ലാം കഴിഞ്ഞെന്ന് അറിഞ്ഞത്. ഭാവി മരുമന് നമുക്ക് വേണ്ടി ആളെന്തായാലും പിണക്കില്ല. ഫോണും കയ്യിൽ പിടിച്ച് അങ്ങോട്ട് വന്ന വിശ്വനാണത് പറഞ്ഞത്. അതേ നിമിഷം തന്നെ പോലീസ് യൂണിഫോം ധരിച്ച ഒരുവൻ തറവാടിന്റെ വാതിൽ കടന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ചിരുന്നു. അത്ര നേരം ചർച്ചയിലായിരുന്നവരുടെ എല്ലാം ശ്രദ്ധ അവനിലേക്ക് മാത്രമായി. ഒരൊറ്റയാന്റെ തലയെടുപ്പോടെ നിൽക്കുന്നവൻ പോലീസ് യൂണിഫോമിൽ അവന്റെ ഉറച്ച ശരീരത്തിന്റെ ചവി എടുത്തു കാണിച്ചു. കണ്ണിലെ ഗ്ലാസ് ഊരി മാറ്റിക്കൊണ്ട് അവൻ കൂടി നിൽക്കുന്ന തറവാട്ടങ്ങളെല്ലാം നോക്കി. തീക്ഷ്ണമായ മിഴികൾ കൊണ്ടുള്ള നോട്ടം. ഓരോരുത്തരെയും നന്നായി പഠിക്കുന്ന പോലൊരു നോട്ടം. അവന്റെ കണ്ണിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന പകയും ക്രൂരതയും മറ്റാർക്കും കാണാനായില്ലെങ്കിലും ശ്രീദേവി അമ്മക്ക് മനസ്സിലായിരുന്നു. വാറന്റുണ്ട്. ഈ തറവാട് മുഴുവൻ സെർച്ച് ചെയ്യണം. യാതൊരു മയവുമില്ലാത്ത അവന്റെ ശബ്ദം തറവാടിന്റെ ഭിത്തിയിൽ തട്ടി വീണ്ടും പ്രതിധ്വനിക്കുന്ന പോലെ. ശ്രീദേവി അമ്മയുടെ മുഖമിരുണ്ടു. ഇന്നോളം ആരും തന്നെ മുഖത്ത് നോക്കി ഇങ്ങനെ അഹങ്കാരത്തോടെ സംസാരിച്ചിട്ടില്ല. കാക്കിയിട്ടവനെയും കതിറിട്ടവനെയും അനുസരിപ്പിച്ചാണ് ശീലം. ആദ്യമായി നേരിടേണ്ടി വന്ന ഈ നിമിഷം അവരുടെ മുഖത്തിനേറ്റ അടിയായി മനസ്സിൽ പകയോടെ കുറിച്ചു വെച്ചു. സർ, ശ്രീധരേട്ട് ഇവിടെ ഇല്ല. എവിടെയാണുള്ളതെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല. അതൊന്നും എൻ്റെ വിഷയമല്ല മിസ്റ്റർ ഹരി. ഓ മിസ്റ്റർ ഹരി, എനിക്കെൻ്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. അതിന് തടസ്സം നിന്നാൽ ഉണ്ടാവാൻ പോകുന്ന നിയമ നടപടികൾ എന്താവുന്നത് ഒരു ലോയർ കൂടി ഇവിടെ ഉള്ളപ്പോൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. മൂർച്ചയോടെയുള്ള ആ ചോദ്യം ഒരു വശത്തായി മാറി നിൽക്കുന്ന അഭിരാമിനെ നോക്കിയായിരുന്നു. ഹൈക്കോടതിയിൽ ക്രിമിനൽ അഡ്വക്കേറ്റിൽ ഒരാളായ അഭിറാം ഏറ്റെടുക്കുന്ന കേസുകൾ മുഴുവനും വിജയം കണ്ടെത്തുന്ന പ്രഗത്ഭനായ വക്കീൽ. ഒരു പൂച്ചക്കുട്ടിയെ പോലെ പതുങ്ങി മാറി നിൽക്കുന്ന കാണാൻ അവന്റെ ചുണ്ടിൽ പുച്ഛത്തോടെയുള്ള ചിരി വിരിഞ്ഞു. തടയേണ്ട വിശ്വ, അവരവരുടെ ഡ്യൂട്ടി ചെയ്യട്ടെ. വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയ വിശ്വനെ നോക്കിക്കൊണ്ടായിരുന്നു ശ്രീദേവിയുടെ അന്ത്യശാസനം. അതോടെ അയാളുടെ വായും അടഞ്ഞു. കൂടെയുള്ള പോലീസുകാരെ നോക്കിയാൽ തലയും നനക്കിയതും അതിനർത്ഥം മനസ്സിലാക്കിയതുപോലെ കൂടെ വന്നവരെല്ലാം തറവാടിന്റെ 4 ഭാഗത്തേക്കുമായി നടന്നു. സെർച്ച് കഴിയുന്നവരെ ഇവിടുന്ന് ആരും ഇങ്ങോട്ടും പോകരുത്. നോ ഫോൺ കോൾസ്. അഷ്റഫ് സർ, താനിവിടെ നിൽക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് അവനും തറവാടിന്റെ മുകളിലേക്കുള്ള പടികൾ കയറി. ആ ബൂട്ടിന്റെ ശബ്ദാകിൽ നിന്ന് ശ്രവിച്ചുകൊണ്ട് ശ്രീദേവി അമ്മ ചാരു കസേരയിലേക്ക് ഇരുന്നുകൊണ്ട് മിഴികൾ അടച്ചു. പഴയ തടിയുടെ പടികൾ കയറി മുള്ളിലെത്തിയതും മുല്ലപ്പൂക്കളുടെ സുഗന്ധം അവന്റെ നാസികയിലേക്ക് തുളച്ച് കയറി. നീളമുള്ള വരാന്തയിലെ മുന്നിലെ ബാൽക്കണിയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മാവിൻ കൊമ്പിലായി പടർന്നു കിടക്കുന്ന മുല്ലവടികളിൽ നിന്നുമാണ് ആ സുഗന്ധം. അവയുടെ ഭംഗിയിലും സുഗന്ധത്തിലും ഒന്നും ശ്രദ്ധ പതിപ്പിക്കാതെ തന്റെ ജോലിയിൽ മാത്രമായിരുന്നു അവന്റെ ശ്രദ്ധ. ഗോ ആൻഡ് ചെക്ക്. പുറകെത്തിയ പോലീസുകാർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് അവനും വരാന്തയിലൂടെ മുന്നോട്ട് നടന്നു. ഒരുപാട് റൂമുകളുണ്ട് അവിടെ. എല്ലാം തന്നെ അടഞ്ഞു കിടക്കുന്നു. പുറത്തുനിന്നും താഴിട്ട് വെച്ചതാണ് മിക്കതും. കൂടെയുള്ളവരെല്ലാം ഓരോ റൂമിലേക്കായിരുന്നു പരിശോധിച്ച് തുടങ്ങിയതും ഒന്ന് നോക്കിക്കൊണ്ട് വരാന്തയുടെ ഏറ്റവും അറ്റത്തായുള്ള മുറിയിലേക്ക് അവനും നടന്നു. കണ്ണൻ ഇത് എന്ത് വിചാരിച്ചാ ഗണേശ? വാശിയും വൈരാഗ്യമൊന്നും അവൻ്റെ ഉള്ളിൽ വരാതിരിക്കാനാണ് അവന് ഈ കാലം അത്രയും സുമയുടെയും ദത്തൻ്റെയും കൂടെ നിർത്തി പഠിപ്പിച്ചത്. ഇഷ്ടപ്പെട്ട ജോലി നേടി നമ്മുടെ നാട്ടിൽ നിന്ന് അവനെ പോസ്റ്റിംഗ് കിട്ടിയപ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷമായിരുന്നു. അവസാന കാലത്തെങ്കിലും എൻ്റെ കുട്ടി കൂടെ ഉണ്ടാവില്ലോ എന്നോർത്തു. എന്നാലിപ്പോൾ ഞാനെന്ത് പറയാനാച്ചാ? ആര് പറഞ്ഞാലും അവൻ അനുസരിക്കുക. വയസ്സ് 30 കഴിഞ്ഞു. 3 വയസ്സുള്ള കുഞ്ഞല്ലല്ലോ ഇപ്പോൾ. തല്ലിയും വഴക്ക് പറഞ്ഞൊന്ന് നേരെയാക്കാം. ആ തറവാട്ടിലെ രക്തം കൂടി അവൻ്റെ സിരകളിൽ ഒഴുകുന്നുണ്ടല്ലോ.
അതിൻ്റെ പകയും വൈരാഗ്യം കാണാണ്ടിരിക്കുമോ? ശ്രീദേവി അമ്മയുടെ സ്വഭാവം കൂടി അവന് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ സ്ത്രീ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? വരുന്നത് പോലെ കാണാനില്ല. മകനോടായി അത്രയും പറഞ്ഞുകൊണ്ട് വാസുമുത്തശ്ശൻ റൂമിനകത്തേക്ക് നടന്നു. ചാരിയിട്ട വാതിൽപ്പൊളികൾ തുറന്ന് പതിയെ കുനിഞ്ഞുകൊണ്ട് ഇരുട്ട് നിറഞ്ഞ മുറിയുടെ അകത്തേക്ക് കയറിയവൻ. ഒരു വേള അവൻ്റെ മുഖമൊന്ന് ചുളിഞ്ഞു പോയി. തുറന്നിട്ട ജാലകത്തിൽ നിന്ന് അകത്തേക്ക് വരുന്ന നേർത്ത വെളിച്ചം, പേരറിയാത്ത ഏതോ പൂവിൻ്റെ സുഗന്ധം അവൻ്റെ നാസികയിലേക്ക് തുളച്ച് കയറി. തലച്ചോറിനെയും ഉടലിനെയും ഒന്നാകെ മത്തു പിടിപ്പിക്കുന്ന സുഗന്ധം. തീക്ഷ്ണത നിറഞ്ഞ മിഴികൾ അരണ്ട വെളിച്ചത്തിൽ ആ റൂമിലൊന്നാകെ പാഞ്ഞു. ആദ്യ കാഴ്ചയിൽ തന്നെ അവൻ്റെ കണ്ണിലുടക്കിയത് വെളുത്ത ചുവരിലായി വരച്ചു തീർത്ത ശിവപാർവതിമാരുടെ ചിത്രമാണ്. അധികം ചായങ്ങളൊന്നുമില്ലാത്ത ഒരു ചിത്രം. കാണുന്നവർക്ക് ഭക്തിയേക്കാൾ ആരാധന തോന്നിപ്പോകുന്ന ഒരു പ്രണയ സങ്കല്പം. സ്വതവേ ഗൗരവക്കാരനായ അവൻ്റെ മനസ്സിൽ ഒറ്റ നോട്ടത്തിൽ ആഴത്തിൽ പതിഞ്ഞു പോയൊരു ചിത്രം. മിഴികൾ അവിടെ നിന്നും തെന്നിയൊഴുകി സൈഡിലായിട്ടിരിക്കുന്ന കുഞ്ഞ മേശയിലേക്കും അതിലടക്കി വെച്ചിരിക്കുന്ന വസ്തുക്കളിലേക്കും പാഞ്ഞു. ചില്ലുഭരണിയിലായി ഇട്ട് വെച്ചിരിക്കുന്ന പലതരത്തിലുള്ള മുത്തുകൾ, വെളുപ്പ് നീലയും ചുവപ്പും തുടങ്ങി പല നിറത്തിലും വലിപ്പത്തിലും ആകൃതിയിലുമുള്ളവ. അതിനരികിലായി തന്നെ വെളുത്ത ആമ്പൽ വെച്ചിരിക്കുന്ന വെള്ള നിറച്ചൊരു ഭരണിയും. ആ പൂവിൻ്റെ സുഗന്ധമാണ് അവിടെ ഉള്ളതെന്ന് തോന്നിയവന്. പുതുതായി വിരിഞ്ഞ പൂക്കളാണ്. വല്ലാത്തൊരു ഭംഗിയുണ്ടവയ്ക്ക്. കൈയെത്തിച്ച് ലൈറ്റ് ഓൺ ചെയ്തു. വെളിച്ചം ആ മുറിയിൽ നിറഞ്ഞു. ഒരു നിമിഷം അവൻ്റെ നോട്ടം ചെന്ന് നിന്ന് തറയിലിരുന്ന് ബെഡിലേക്കായി മുഖം അമർത്തി വെച്ച് കിടക്കുന്ന രൂപത്തിലേക്കാണ്. അറിയാത്തൊരു വിറയൽ അവനിൽ നിറഞ്ഞുപോയി. ഇളം മഞ്ഞ നിറത്തിലുള്ള കോട്ടൺ സാരി അലസമായി ഉടുത്തിരിക്കുന്നു. നിതംബം മറയുന്ന കനത്ത ചുരുൾമുടിയിടകൾ അവളുടെ പുറവും മുഖവും മറച്ചുകൊണ്ട് വീണ് കിടക്കുന്നു. ശക്തിയുടെ മിഴികളൊന്ന് കുറുകി. ആകെ ഒരു വെപ്രാളം നിറയുന്ന പോലെ ഇടനെഞ്ച് തുടികൊട്ടി ഉയർന്നു. എക്സ്ക്യൂസ് മീ സർ, അത്... ശക്തി അവളെ വിളിക്കാൻ ഒരുങ്ങിയ നിമിഷം തന്നെ പുറത്തുനിന്നൊരു സ്ത്രീ ശബ്ദമുയർന്നു. അവനും തിരിഞ്ഞു നോക്കി. ക്ഷമിക്കണം സാർ, മോളെ വിളിച്ചോട്ടെ? ഭയത്തോടെ അവൻ്റെ മുഖത്ത് നോക്കി പതറിക്കൊണ്ടാണ് അവരുടെ ചോദ്യം. അവരുടെ വേഷവിധാനങ്ങളിൽ നിന്നും അവിടുത്തെ ജോലിക്കാരിയാണെന്ന് അവന് മനസ്സിലായി. അവൻ്റെ മുഖമൊന്ന് ചുളിഞ്ഞു. അവർക്കായി സൈഡിലേക്ക് വഴിമാറിക്കൊടുത്തവർ. അത് കണ്ടതും വെപ്രാളത്തോടെ അവർ വേഗം അവൾക്ക് അരികിലേക്ക് ചെന്നു. കുഞ്ഞെ, മോളെ എഴുന്നേറ്റേ. കുറച്ച് സമയം വിളിച്ചു നോക്കിയിട്ടാണ് ആ രൂപത്തിൽ നിന്നൊരു മോളിലെങ്കിലും ഉയർന്ന്. മോളെ, ദേ ഈ സാധനം മുറിയൊന്ന് പരിശോധിക്കണം. എൻ്റെ കുഞ്ഞൊന്ന് എണീറ്റ് വാ, ചിന്നമ്മ പിടിക്കാം. നന്നേ തളർന്നു പോയവളുടെ ശരീരം പിടിച്ചുയർത്താൻ ആ വൃദ്ധക്ക് ആവുന്നുണ്ടായിരുന്നില്ല. അവരുടെ ഓരോ പ്രവൃത്തിയും വീക്ഷിച്ച് മാറി നിൽക്കുന്നവരുടെ നോട്ടം അവളിൽ മാത്രമായിരുന്നു. എന്തോ ആ മുഖമൊന്ന് കാണാനൊരു മോഹം. മോളെ, എനിക്കിത്തിരി വെള്ളം വേണം. അത്രയും പതിയെ ശ്വാസം പോലെയുള്ള വാക്കുകൾ അവളുടെ തളർച്ചയും ക്ഷീണവും എത്രമാത്രമാണെന്ന് അവന് കാണിച്ചു കൊടുത്തു. എന്തിനോ അവൻ്റെ ഹൃദയം നോവുന്നുണ്ടായിരുന്നു ആ നിമിഷവും. ഇപ്പൊ തരാം കുഞ്ഞെ. അവളെ ബെഡിലേക്ക് തന്നെ ചായച്ച് കിടത്തിക്കൊണ്ട് അവർ ടേബിളിരിക്കുന്ന വെള്ളമെടുത്ത് തിടുക്കത്തിൽ അവൾക്കരികിലേക്ക് ഇരുന്നു. അവൻ അവിടെ നിൽക്കുന്നൊക്കെ മറന്നുകൊണ്ടായിരുന്നു അവരുടെ പ്രവൃത്തി ഓരോന്നും. മോളെ, പതിയെ വിളിച്ചുകൊണ്ട് അവളൊരു കൈയാൽ തോളിലേക്ക് ചായച്ച് കിടത്തിയത് മുടിയിഴകൾ മറച്ചു വെച്ച അവളുടെ കുഞ്ഞുമുഖം അവന് മുന്നിൽ തെളിഞ്ഞു വന്നു. ഒരു നിമിഷം ശ്വാസം എടുക്കാൻ പോലും മറന്നുകൊണ്ട് അവൻ്റെ നോട്ടം അവളിൽ മാത്രമായി ഉടക്കി നിന്നു. വെളുത്തു തുടുത്ത് ചുവന്ന മുഖം, കരിയെഴുതാത്ത നിറയെ പീലികൾ തിങ്ങി നിറഞ്ഞ വെള്ളാരം കണ്ണുകൾ, ചുവന്ന തൊടുത്ത അതരങ്ങൾ, യാതൊരു ചായത്തിൻ്റെയും അകമ്പടിയില്ലാത്ത കണ്ണുനീരിൽ കുതിർന്ന ആ കുഞ്ഞു മുഖത്തേക്ക് തീക്ഷ്ണമായ അവൻ്റെ നോട്ടം ചെന്നു നിന്നു. വല്ലാത്തൊരു മോഹം നിറഞ്ഞു നിൽക്കുന്ന പോലൊരു നോട്ടം, കണ്ണുകൾ കൊണ്ട് അവളെ കൊത്തി വലിക്കുന്നത് പോലൊരു നോട്ടം. സെർച്ച് നടന്നുകൊണ്ടിരിക്കും തോറും താഴെ മാറി നിൽക്കുന്നില്ല ഒരുവന്റെ മുഖം ഭയത്തോടെ വിളറി തുടങ്ങിയിരുന്നു. ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തോ കള്ളത്തിനും പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതുപോലെ അവന്റെ കൈകൾ അടുത്തിൽ നിന്ന് അഭിയിൽ മുറുകി. അഭി ഒരു സംശയത്തോടെ അവർ നോക്കി. ഏട്ടാ, അതെനിക്ക്... നീ കാര്യം പറയുന്നുണ്ടോ അജു? എന്താ നീ ഒപ്പിച്ചു വെച്ച്? അത് കോളേജിൽ എൻ്റെ ഫ്രണ്ട് എന്നാ ഏട്ടാ, കയ്യിൽ സൂക്ഷിക്കാൻ. അവനാർക്ക് എത്തിച്ചു കൊടുക്കുന്ന എന്ത്? അബിയുടെ കണ്ണൊന്ന് കുറുകി. അത് പറഞ്ഞു നിർത്തിയതും അബി അവനെ ഞെട്ടലോടെ നോക്കി. 20 വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ അനിയനിൽ നിന്നും ഇങ്ങനെയൊരു പ്രവൃത്തി അവൻ പ്രതീക്ഷിച്ചിരുന്നില്ലെന്നാണ് സത്യം. ഏട്ടാ, സത്യമായിട്ട് എൻ്റെ അല്ല, പ്ലീസ് എന്നെ രക്ഷിക്കണം. അജു അവൻ്റെ തോളിൽ മുഖം അമർത്തി വെച്ച് കരഞ്ഞു തുടങ്ങിയതും എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ നിന്ന് പോയിരുന്ന അബി. മാടമ്പി തറവാട്. മുത്തശ്ശൻ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ ജീവനോടെ ഇല്ല. ഭാര്യ ശ്രീദേവി. തറവാട്ട് ഭരണം ഇപ്പോൾ ഇവരുടെ കയ്യിലാണ്. 5 മക്കളാണ് ഇവർക്ക്. മൂത്ത മകൾ മാലിനി, ഭർത്താവ് ശേഖരൻ. 2 മക്കളാണ് ഇവർക്ക്. മൂത്ത മകൻ തറവാട്ടിലെ പേരക്കുട്ടികളിൽ ആദ്യത്തെ ആൾ, എല്ലാവരുടെയും വലിയേട്ടൻ. ആളൊരു കളക്ടറാണ്, രുദ്രാൻഷ്.
വിദേശത്തൊരു ഫിലിമിൻ്റെ ഷൂട്ടിലാണിപ്പോൾ. രണ്ടാമത്തെ മകൻ രാഖി വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലാണ്. രണ്ടാമത്തെ മകൻ വിശ്വൻ, ഭാര്യ രാധിക. 2 മക്കളാണ് ഇവർക്ക്. അബിറ ആളൊരു അഡ്വക്കേറ്റാണ്. അബിക്ക് താഴെ അർജുൻ, ഡിഗ്രി 3rd ഇയറിന് പഠിക്കുന്നു. മൂന്നാമത്തെ മകൻ ശ്രീധരൻ, ഭാര്യ സത്യവതി. ഇരുവർക്കും മക്കളില്ല. 4ാമതൊരു മകളാണ് സുഭദ്ര. ആദ്യ വിവാഹത്തിൽ ഭർത്താവിൻ്റെ പീഡനം സഹിക്കവയ്യാതെ വന്നതും വിവാഹബന്ധം വേർപ്പെടുത്തി തറവാട്ടിൽ തിരിച്ചു വന്നു. ഒടുക്കം കാര്യസ്ഥൻ്റെ മകനുമായി ഒളിച്ചോടി. വിവരമറിഞ്ഞ ശ്രീദേവി മകളുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചു. ഏറ്റവും താഴെയുള്ള മകനാണ് ഹരി, ഭാര്യ ഗീത. ഇരുവർക്കും ഒരു മകളാണുള്ളത്. സത്യത്തിൽ തറവാടിന് ഇനിയുള്ള അവകാശം അവളാണ്, ഒരു പാവം പെണ്ണ് ഗൗരി. ഒന്ന് പിടിക്കാവോ സാറേ, കുഞ്ഞിന് വയ്യാഞ്ഞിട്ടാ? ചിന്നമ്മയുടെ ചോദ്യം അങ്ങേയറ്റം ദയനീയമായി. അത്ര നേരം അവിടെ അഴകിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ചെന്നവൻ്റെ നോട്ടം വീണ്ടും ആ സ്ത്രീയിലേക്ക് ചെന്നു. അവരെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് അറിയാതെ അവൻ്റെ കാലുകൾ അവൾക്കരികിലേക്ക് ചലിച്ചു. ഒന്ന് കുനിഞ്ഞ് ഇരുകൈയിലുമായി അവളെ വാരിയെടുത്തവൻ. ദൃഢമായ അവൻ്റെ കൈക്കുള്ളിൽ അവളുടെ കുഞ്ഞുടൽ ഒതുങ്ങി. അടഞ്ഞു പോകുന്ന മിഴികൾക്കിടയിലും അവൾ കണ്ടു തന്നെ തീക്ഷ്ണമായി ഉറ്റുനോക്കുന്ന ആ മിഴികൾ. ഇങ്ങോട്ട് കിടത്തിക്കോ സാറേ, മോൾക്ക് ഒട്ടും വയ്യാഞ്ഞിട്ടാ. എന്തു പറ്റിയതാ? ബെഡിലേക്കായി അവളെ സൂക്ഷിച്ച് കിടത്തുന്നതിനൊപ്പമാണ് അവൻ്റെ ചോദ്യം. ഇപ്പുറത്തുനിന്ന് ഉത്തരം കിട്ടാവുന്നതും ശക്തിയുടെ കൂർത്ത നോട്ടം ചിന്നമ്മയിലേക്ക് മാത്രമായി. അത് സാറേ, ഞാൻ വിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. പറയാനുള്ളത് എന്തായാലും പറഞ്ഞേ പറ്റൂ. എന്തു പറ്റിയത് അവൾക്ക്? രൂക്ഷമായ അവൻ്റെ നോട്ടത്തിലും ചോദ്യത്തിലും ചിന്നമ്മ ആകൊന്ന് വിരണ്ടുപോയി. അത് സാറേ, ഉള്ളിലുള്ളതിനെ അരസിപ്പിച്ച് കളഞ്ഞാ സാറേ. ശക്തിയുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. ഇവിടുത്തെ ഇളയമക ഹരിസാറിൻ്റെ മോളായത്. ജാതകത്തിൽ വിവാഹം പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞ് ഇത്തിരി ഇല്ലാത്ത ഈ കുഞ്ഞിനെ മൂത്ത മകളുടെ മകനെ കൊണ്ട് കെട്ടിച്ചു. 6 മാസം കഴിഞ്ഞ് വയറ്റിലൊരു കൊച്ചിനെയും കൊടുത്തു. അവൻ വേറൊരുത്തിക്കൊപ്പം പൊറുതി പോയി. എല്ലാം അറിഞ്ഞതും ദേവിയമ്മ തന്നെ ഇതിൻ്റെ താലി പൊട്ടിച്ച് അവൻ്റെ കയ്യിൽ കൊടുത്തു. കുഞ്ഞിനെ ഓർത്തെങ്കിൽ അങ്ങനെ ചെയ്യല്ലേ എന്നും പറഞ്ഞു അവിടെയൊക്കെ കാല് പിടിച്ച് കരഞ്ഞതാ സാറേ കുഞ്ഞ്. ആര് കേൾക്കാൻ? അന്ന് ഇതിന് 2 മാസമായിരുന്നു. പെറ്റ തള്ളക്ക് പോലും വേണ്ടാതായി ഇവിടെ കിടന്നു. 2 ദിവസം മുന്നേ വന്ന് സ്നേഹപ്രകടനം കാഴ്ചവെച്ച് അതിനെ കൊണ്ടൊരു ഗ്ലാസ് പാലും കുടിപ്പിച്ച് പോയതാ അവർ. വയറ്റിലുള്ളത് അങ്ങ് അലസി കൊന്നു എന്ന് പറയുന്നതാവും ശരി. വല്ലാത്ത വേദനയോടെയുള്ള ചിന്നമ്മയുടെ നോട്ടം ബെഡിലായി മിഴികൾ അടച്ചു കിടക്കുന്നവളിൽ മാത്രമായി. അടഞ്ഞ കണ്ണുകളിലൂടെ ഇപ്പോഴും നീർത്തുള്ളികൾ പെയ്തുകൊണ്ടിരുന്നു. ഡോക്ടർക്ക് ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് ഹോസ്പിറ്റലൊന്നും ആരും കൊണ്ടുപോയില്ല. കുഞ്ഞല്ലേ സാറേ, 19 തികഞ്ഞിട്ടില്ല. അപ്പോഴേക്കാ ഇതൊക്കെ. എല്ലാം കൂടി തളർന്നു കാണും. ഈ കണ്ണി ചോരില്ലാത്തങ്ങളുടെ കൂട്ടത്തിൽ ആകെ മനുഷ്യപ്പറ്റുള്ള ഇതിന് മാത്രം അതിൻ്റെ വിധി ഇങ്ങനെയായി. എൻ്റെ മുന്നിൽ വളർന്ന കുഞ്ഞല്ലേ, എല്ലാവരും പേരെടുത്ത് വിളിക്കുമ്പോൾ ചിന്നമ്മയെന്ന് സ്നേഹത്തോടെ വിളിക്കുന്നത് മോള. എനിക്കും ഉണ്ട് 2 പെൺമക്കളും. അതിൻ്റെ കൂടെ ഒന്നും കൂടെ അങ്ങനെയേ ഞാൻ കണ്ടിട്ടുള്ളൂ. പറഞ്ഞുകൊണ്ട് അവർ നേരിയതിൽ മുഖം തുടക്കുമ്പോഴും അവൻ്റെ നോട്ടം ബെഡിലായി തളർന്നു കിടന്ന് മയങ്ങിപ്പോയവളിൽ മാത്രമായിരുന്നു. മയക്കത്തിലും പാതി വിട നിൽക്കുന്ന അവളുടെ അധരങ്ങൾ വല്ലാത്തൊരു മോഹത്തോടെ അവയിലേക്ക് മിഴികൾ ഉറപ്പിച്ചു നിന്നത്. അവളുടെ ആ ഭാവം പോലും രക്തം ചൂട് പിടിപ്പിക്കുന്നത് പോലെ മിഴികൾ ഇറുകിയടച്ച് അവളിൽ നിന്ന് മുഖം തിരിച്ച് കളഞ്ഞവൻ. ആദ്യമായിട്ടാണ് ഒരു പെണ്ണിനോട് ഇത്രമേൽ മോഹം തോന്നുന്നത്. അവളുടെ അവസ്ഥയിൽ ഖേദം പോലും തോന്നാത്ത വിധമുള്ളൊരു മോഹം. വിവാഹിതയാണെന്നറിഞ്ഞ നിമിഷം ചുരുട്ടി വെച്ച് അവൻ്റെ മുഷ്ടി അയഞ്ഞു വന്നത് അവൾക്കിപ്പോൾ മറ്റവകാശമില്ലെന്ന് അറിഞ്ഞ നിമിഷമാണ്. അവളെ വാരിയെടുത്ത നിമിഷം തന്നെ പൊതിഞ്ഞ സുഗന്ധം, വല്ലാത്തൊരു മത്ത് പിടിപ്പിക്കുന്ന സുഗന്ധമാണ് അവൾക്ക്. എന്നും അത് തന്നെ പൊതിയണമെന്നൊരു തീവ്രമായ മോഹം അവനിൽ നിറഞ്ഞുപോയി. തിളങ്ങുന്ന മിഴികളോടെ അവളുടെ വെണ്ണ തോൽക്കും ഉടലിനെ കണ്ണുകളൊന്നാകെ പൊതിഞ്ഞു. ചിന്തകളെല്ലാം അവൾക്ക് ചുറ്റുമായി വലം വെച്ചുകൊണ്ടിരിക്കുന്ന നിമിഷം തന്നെ കൂടെ വന്ന പോലീസുകാരൻ കയ്യിലെന്തോ പൊതിയുമായി അകത്തേക്ക് കയറി വന്നിരുന്നു. തനിക്ക് മുമ്പിലായി സോഫയിലിരുന്ന് കാലിന്മേൽ കാൽ കയറ്റി വെച്ചിരിക്കുന്നവനെ കാണെ ശ്രീദേവി അമ്മയുടെ ഉള്ളം പുകഞ്ഞു തുടങ്ങി. പടിയിറക്കി വിട്ടവരുടെ മകനാണ്, അന്യജാതിയിൽപ്പെട്ടവൻ്റെ ചോര. അവനാണ് തനിക്ക് മുമ്പിൽ നിന്നിങ്ങനെ തലയെടുപ്പോടെ അഹങ്കാരത്തോടെ ഇരിക്കുന്നു. പ്രകടമാക്കാനാവാത്തൊരു അമർഷം തോന്നിപ്പോയിരുന്നു അവർക്ക്. ഓരോ നിമിഷം അവന് മുമ്പിൽ തലകുനിക്കേണ്ടി വന്നതിൻ്റെ ദേഷ്യം അവരിൽ നിറഞ്ഞു നിന്നു. എല്ലാത്തിനും കാരണക്കാരായവനെ അവരൊരു ദേഷ്യത്തോടെ നോക്കി. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നോൺ വെയിലബിൾ ഒഫൻസാണ്. ചെറുപ്പമല്ലേ, ഭാവി ജോലി പഠിത്തം എല്ലാം അങ്ങ് നിൽക്കും. പിന്നെ കള്ളപ്പണത്തിനൊപ്പം ഡ്രഗ്സിൻ്റെ ഡീലും കൂടി മാടമ്പി തറവാട് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞാ അവനൊന്ന് ചിരിച്ചു. ആ ചിരിയിലെ പരിഹാസം തിരിച്ചറിഞ്ഞതും മിഴികൾ ഇറുകെ അടച്ചു തുറന്ന ശ്രീദേവി. എന്താ നിനക്ക് വേണ്ടത്? എൻ്റെ എത്തിക്സിന് വിലയിടുവാണോ മാടമ്പി തറവാടിലെ ശ്രീദേവി തമ്പുരാട്ടി? എനിക്ക് വലുത് ഈ തറവാടിൻ്റെ അഭിമാന. അതിപ്പോൾ നിന്റെ കയ്യിലും. പകരം എന്തും നൽകും ഞാൻ. നീ ചോദിക്കുന്ന അത്രയും പണം. ഏയ്, ശക്തിദേവൻ അങ്ങനെ വിലയിട്ട് വാങ്ങാൻ മാത്രം ആയിട്ടില്ല ആരും. പണത്തിൻ്റെ ത്രാസിൽ വെച്ച് ഞാൻ തൂക്കുന്നുമില്ല. അവനൊന്ന് പുഞ്ചിരിച്ചു, വന്യമായി കുടിലത നിറച്ചുകൊണ്ടുള്ളൊരു പുഞ്ചിരി.
എനിക്ക് വേണ്ടത് മറ്റൊന്നാണ്. ഇവിടെ ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഒന്ന്, ആർക്കും വിലയില്ലാത്ത ഒരു ജീവൻ. വല്ലാത്തൊരു ഗൗരവം നിറഞ്ഞിരുന്ന അവൻ്റെ വാക്കിൽ തറവാട്ടിലുള്ളവരെല്ലാം അവൻ എന്താണ് ആവശ്യപ്പെടാൻ പോകുന്നതെന്നതിൻ്റെ പകപ്പിൽ നിൽക്കുവാണ്. എന്താ നിനക്ക് വേണ്ടത്? ഗൗരിയെ വേണം എനിക്ക്. മുന്നോട്ടൊന്ന് ആഞ്ഞിരുന്നുകൊണ്ട് അവരുടെ മിഴികളിലേക്ക് ഉറ്റുനോക്കിയവൻ പറഞ്ഞു നിർത്തിയതും ശ്രീദേവിയുടെ അടക്കം ചുറ്റുമുള്ളവരുടെ എല്ലാം മിഴികളിൽ ഞെട്ടൽ നിറഞ്ഞുപോയി. തറവാടിൻ്റെ അവകാശം ചോദിക്കുമെന്ന് കരുതി നിന്നവരൊക്കെയും അവൻ ഗൗരി ആവശ്യപ്പെട്ടിൻ്റെ ഞെട്ടലിൽ നിന്നുപോയി. ഗൗരി എന്തിനാ നിനക്ക്? അവള് ആദ്യത്തെ ഞെട്ടൽ മാറിയതും അവരുടെ നാവിൽ നിന്ന് വന്ന ആദ്യത്തെ ചോദ്യമതായിരുന്നു. പുച്ഛത്തോടൊന്ന് ചുണ്ടുകൂട്ടിയവൻ. എന്തിനാ എന്നൊന്നും നിങ്ങളറിയേണ്ട കാര്യമില്ല. എനിക്ക് വേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ചിലപ്പോൾ ഞാൻ അവളെ കെട്ടി കൂടെ പൊറുപ്പിക്കും. എൻ്റെ ആവശ്യങ്ങളെയും അങ്ങ് കൊല്ലും. അതൊന്നും നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അത് നടക്കില്ല. ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ ഇനി എൻ്റെ മോളെ ഒരാൾക്കും തട്ടിക്കളിക്കാൻ ഇട്ടുകൊടുക്കില്ല. ശക്തി പറഞ്ഞു നിർത്തിയതും ഗൗരിയുടെ അമ്മ ഗീതയുടെ ശബ്ദം അന്ന് ആദ്യമായി അവിടെ ഉയർന്നു കേട്ടു. ശ്രീദേവി മിഴികൾ ഇറുകയടച്ച് മുഷ്ടി ചുരുട്ടി പിടിച്ചു. ഗീതേ, മിണ്ടാന്ന് മതിയായില്ലേ നിങ്ങൾക്ക്? ജാതക അതി ഇതെന്നൊക്കെ പറഞ്ഞ് എൻ്റെ കുഞ്ഞിനെ പിടിച്ച് കെട്ടിച്ചു കൊടുക്ക. അവനവളെ വേണ്ട. യോഗ്യനായവനല്ലായിരുന്നോ നിങ്ങളുടെയൊക്കെ കണ്ണിൽ? എന്നിട്ട് എന്തായി? എൻ്റെ മോളുടെ മുഖത്ത് നോക്കാൻ പോലും വയ്യ എനിക്ക്. അതും പോരാ, എൻ്റെ കൈ കൊണ്ട് തന്നെ അവിടെ വയറ്റി വളരുന്ന കുഞ്ഞിനെയും. ഇനിയും മിണ്ടാ നിൽക്കണം. എൻ്റെ മോൾക്ക് വിലയിടുന്ന കേട്ടുകൊണ്ട് നിൽക്കണം. ആണുങ്ങൾക്ക് മാത്രമേ ജീവിതം ഭാവിക്കുള്ളൂ. എൻ്റെ കുഞ്ഞിനൊന്നും വേണ്ടേ? ഹരി, അവളെ കൊണ്ടുപോയി പൂട്ടിയിട്. ഭ്രാന്തുള്ളവരങ്ങനെ പലതും പറയും. ഇവിടെ എനിക്ക് മുകളിൽ ആരുടെയും ശബ്ദം ഉയരുന്നത് എനിക്ക് ഇഷ്ടമല്ല. ശ്രീദേവിയുടെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടതും കൂടുതലൊന്നും ഗീതയെ പറയാൻ അനുവദിക്കാതെ അവർ വലിച്ച് റൂമിലേക്ക് കൊണ്ടുപോയി പൂട്ടിയിട്ട് അയാൾ ചുറ്റും നിൽക്കുന്നവരാരും എതിർക്ക പോലും ചെയ്യാതെ നിൽക്കുന്ന കാണാൻ അവനൊന്ന് ചിരിച്ചുപോയി. എന്തു പറയുന്നു? ഗൗരിയിൽ കുറഞ്ഞൊന്നും എനിക്ക് സ്വീകാര്യമല്ല. അവളെ എനിക്കൊപ്പം ഈ നിമിഷം പറഞ്ഞുവിടാൻ തയ്യാറായാൽ അർജുന്റെ റൂമിൽ നിന്ന് ഇതുപോലൊന്നും ആരും കണ്ടെടുത്തിട്ടില്ല. മറിച്ചാണെങ്കിൽ സമ്മതം. അവളെ നിന്റെ കൂടെ വിടുന്നതിൽ ഇവിടെ ആർക്കും ഒരു എതിർപ്പുമില്ല. പക്ഷേ ഒരു പെൺകുട്ടിയെ വെറുതെ നിന്റെ കയ്യിലേക്ക് പിടിച്ചേരാനാവില്ലല്ലോ. ശ്രീദേവി കുടിലതയോടൊന്ന് ചിരിച്ചു. ഇനി പറയാൻ പോകുന്ന ആവശ്യം അവൻ ഒരിക്കലും അംഗീകരിച്ചില്ലെന്ന് അവർക്ക് ഉറപ്പാണ്. എന്തു വേണം? ഞാൻ താലി കെട്ടണം. നിന്റെ കൈ കൊണ്ടൊരു താലി അവിടെ കഴുത്തിൽ ചാർത്താൻ നീ തയ്യാറായ ഗൗരി ഇന്നു മുതൽ നിന്റേതായിരിക്കും. ഇവിടെ നിന്ന് ആരും ഒരിക്കലും അവകാശം പറഞ്ഞു വരില്ല. സമ്മതം. ഒരു നിമിഷം പോലും അവൻ ആലോചിക്കാനുണ്ടായിരുന്നില്ല. ഇത്തവണ ആ മറുപടിയിൽ ശ്രീദേവി ഒന്ന് ഞെട്ടിപ്പോയിരുന്നു. ഇത്ര വേഗം അവനൊരു സമ്മതം പറയുന്നത് പോയിട്ട് ഒരിക്കലും അതിനെ അംഗീകരിക്കുന്ന പോലും കരുതിയിരുന്നില്ലെന്നാണ് വാസ്തവം. അവളുടെ വിവാഹം ഒരിക്കൽ കഴിഞ്ഞതാ. അതിലൊരു കുഞ്ഞ്. ദാറ്റ് ഡസൻറ്റ് മാറ്റർ. അവൾ ഇതുവരെ എന്തായിരുന്നു എങ്ങനെയായിരുന്നെന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. കൂടുതലൊന്നും പറയാനില്ലാത്ത പോലെ ശ്രീദേവിയുടെ വായടഞ്ഞു പോയിരുന്നു. പെങ്ങളെ വിൽക്കുന്നത് നോക്കി നിൽക്കാനേ അബിക്കു അജുവിന് ആ നിമിഷമായുള്ളൂ. ബാക്കി എല്ലാവരുടെയും അവസ്ഥ അങ്ങനെ തന്നെയാണ്. ആർക്കും ഒന്നും പറയാനില്ലാത്ത പോലെ. അജുവും ഗൗരിയും രണ്ട് തട്ടിലായി വന്നപ്പോൾ പതിവ് പോലെ അജുവിൻ്റെ തട്ട് തന്നെ താണിരുന്നു. എനിക്ക് പറ്റില്ല മുത്തശ്ശി, എന്നെ നിർബന്ധിക്കല്ലേ. കരഞ്ഞുകൊണ്ടുള്ള അവളുടെ വാക്കുകളൊന്നും അവരുടെ മനസ്സിനെ അലിയിപ്പിച്ചില്ല. എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആവതില്ലാത്തവളെ കാണാൻ യാതൊരു ദയം തോന്നാത്ത വിധം ദുഷിപ്പ് നിറഞ്ഞതായിരുന്നു അവരുടെ മനസ്സ്. നീ സമ്മതിച്ചേ പറ്റൂ. തറവാടിൻ്റെ അഭിമാന, അജുവിൻ്റെ ജീവിത, അതൊക്കെ നഷ്ടപ്പെടുത്തി കളയാൻ ഞാൻ അനുവദിക്കില്ല. ഈ പറയുന്ന ജീവനും ജീവിതമൊന്നും തനിക്കില്ലേ എന്നൊരു ചോദ്യമായിരുന്നു അവൾ. പക്ഷേ ചോദിച്ചില്ല. ചോദിക്കാൻ യാതൊരു അവകാശവും തനിക്കില്ലെന്ന് അവൾക്കറിയാം. അടിമയാണെന്നും അനുസരിച്ച് ശീലിച്ചു പോയി. എതിർത്താൽ കൊല്ലാനും മടിക്കില്ല. അവർ തന്നെയായിരിക്കില്ല. അമ്മയാവും. ഞാൻ പറഞ്ഞ ഗൗരിക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എതിർത്ത് നിന്ന് അനുഭവിക്കാൻ പോകുന്നത് നിന്റെ അമ്മയാവും. അത് വേണോ? ചോദിക്കുമ്പോൾ അവരുടെ ഭാവം തീർത്തും മാറിയിരുന്നു. വാക്കുകളിൽ ഭീഷണിയും ക്രൂരതയും മുന്നിട്ട് നിന്നു. ഒരു വാക്ക് പോലും എതിർത്ത് പറയാനാവാതെ ചുമരിലൂടെ ഊർന്നിരുന്ന് കരഞ്ഞു പോയവൾ ശബ്ദം വെളിയിൽ കേൾക്കാതെ ഇരുകൈകൾ കൊണ്ടും വായ പൊത്തിപ്പിടിച്ചു. നേരം ഇത്തിരി കടന്നുപോയതും മുന്നിലായി വന്നിരിക്കുന്ന ബൂട്ടിട്ട രണ്ട് കാലുകൾക്കാണ് മുഖമൊന്ന് ഉയർത്തി നോക്കിയവൾ. തീക്ഷ്ണമായ മിഴികളോടെ തന്നെ ഉറ്റുനോക്കുന്ന ആ വലിയ രൂപത്തെ അവളൊരു ഭയത്തോടെ നോക്കിയിരുന്നു പോയി. അവനിൽ നിന്നും വമിക്കുന്ന ഫോറിൻ പെർഫ്യൂമിൻ്റെ സുഗന്ധം നാസികയിലേക്ക് തുളഞ്ഞു കയറി. മറ്റേതോ ലോകത്തെന്ന പോലെ ഗൗരിയിൽ മാത്രം മിഴികൾ ഉറപ്പിച്ചു നിൽക്കുകയായിരുന്നു ശക്തി. കരഞ്ഞു ചുവന്ന അവളുടെ മുഖം, തന്നെ കണ്ടതും ഭയത്തോടെ പിടഞ്ഞുപോയ മിഴികൾ, വിറക്കുന്ന ചുവന്ന അധരങ്ങൾ. എന്നെ ഒന്നും ചെയ്യല്ലേ. അവനത് കേട്ടോ എന്ന് പോലും അറിയില്ല. അത്രമേൽ അവളുടെ ബാഹ്യ സൗന്ദര്യത്തിൽ ഭ്രമിച്ചു പോയിരുന്ന ശക്തി. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കുക, എന്നെ പറയുന്നതിനൊപ്പം തന്നെ കാൽ വീഴാൻ ഒരുങ്ങുന്നവളെ അവനൊരു ഞെട്ടലോടെ നോക്കിപ്പോയി. അടുത്ത നിമിഷം അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി.
ഒരു കൈയാൽ പൂവിരിക്കുന്ന ലാഘവത്തോടെ അവൻ അവളെ എടുത്തുയർത്തി തൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചു. ഒരു ഞെട്ടലോടെ അവനിലേക്ക് ചേർന്ന് നിന്നുപോയവൾ. അവനിൽ നിന്നും കുതിരിമാറാൻ ശ്രമിച്ച് തോറ്റുപോയവൾ. അത്രയും തീവ്രമായി ശക്തമായിട്ടാണ് തന്നെ പിടിച്ചു വെച്ചിരിക്കുന്നത്. ഉടലൊന്നാകെ ചുട്ടുപൊള്ളുന്ന പോലൊരു അവസ്ഥയിലായിരുന്നു ഗൗരി. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും തളർച്ച അവളെ ഒരുപോലെ ബാധിച്ചു. അടങ്ങി നിൽക്കണേ, എങ്ങോട്ടാ നീ ഓടുന്നേ? മുരണ്ടുകൊണ്ടുള്ള അവൻ്റെ ശബ്ദം കാതിൽ പതിച്ചതും വിറച്ചുകൊണ്ട് അവൾ നിശ്ചലയായി. പറയുന്നത് അനുസരിക്കുന്നതാണ് എനിക്ക് നല്ലത്. ഒട്ടും നല്ലവനല്ല ഞാൻ. എന്നെ എതിർക്കുന്ന ഒന്നിനെയും ശക്തി വാഴിക്കുകയുമില്ല. എന്തിനാ എന്നെ വിട്ടേക്ക്? ആർക്കും ഒരു ശല്യവാദം ഇവിടെ കഴിഞ്ഞോട്ട്. കരഞ്ഞുകൊണ്ട് അവളൊന്ന് മുഖമുയർത്തി നോക്കിയതും കണ്ടു ഇമസിമാ തന്നെ നോക്കി നിൽക്കുന്നവനെ. ഒരാളുടെ മിഴികളിൽ തീവ്രമായൊരു മോഹം മുന്നിട്ട് നിൽക്കുമ്പോൾ മറ്റൊരാളിൽ ഭയവും യാചനയുമായിരുന്നു. നിന്നെ എനിക്ക് പലതും ചെയ്യാൻ തോന്നിപ്പോകുന്നുണ്ട്. വിറക്കുന്ന അവളുടെ അധരങ്ങളിലും കണ്ണുനീരിൽ കുതിർന്ന മുഖത്തേക്ക് നോക്കി വല്ലാത്തൊരു ഭാവത്തോടെയായിരുന്നു അവൻ്റെ പറച്ചിൽ. ഉറക്കെ കരയാൻ തോന്നി അവൾക്ക്. പക്ഷേ കാര്യമില്ല. ഈ തറവാടിൽ തന്നെ മുറിയിൽ കയറി ഇത്രയും അധികാരത്തോടെ ഇയാൾ തന്നെ തൊട്ടിട്ടുണ്ടെങ്കിൽ കരഞ്ഞു വിളിച്ചാൽ സ്വന്തം അച്ഛൻ പോലും തിരിഞ്ഞു നോക്കില്ലെന്ന് അവൾക്ക് ഉറപ്പാണ്. അങ്ങേയറ്റം വേദനയോടെ നിസ്സഹായായി ഒന്ന് നോക്കിയവൾ. ആ മിഴികളൊന്ന് പിടഞ്ഞു പോകും. ഇല്ല, തെല്ലു മാറ്റമില്ല അവന്. തീക്ഷ്ണമായ നോട്ടമാണ്. തൻ്റെ ഉള്ളം പറിച്ചെടുക്കുന്ന പോലൊരു നോട്ടം. 5 മിനിറ്റ് പോയി കൊള്ളാവുന്ന ഒരു സാരി നോക്കി ഉടുത്തിട്ട് വാ. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാൻ മനസ്സില്ലെങ്കിൽ ഉടുത്ത തുണിയാൽ എടുത്തുകൊണ്ടുപോയി ഞാൻ. ഭീഷണിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ പിടിയാച്ചതും വീങ്ങിക്കരഞ്ഞുകൊണ്ട് മുഖം അമർത്തി വെച്ചവൻ. അരിശത്തോടെ അവൻ്റെ മുഖമൊന്ന് ചുളിഞ്ഞു. എന്തിനാണ് എപ്പോഴും ഇങ്ങനെ കരയുന്നത്? അലർച്ചയോടെ വീണ്ടും അവൻ ചോദിക്കുമ്പോൾ ഭയത്തോടെ മുഖം അമർത്തി വെച്ച് ഗൗരി. പറഞ്ഞു മറക്കണ്ട. അത്രയും പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ കണ്ടു എല്ലാം കണ്ടും കേട്ടു നിൽക്കുന്ന ചിന്നമ്മേ. നേരത്തെ കണ്ട ഭയവും ബഹുമാനമല്ല അവര്, വെറുപ്പും ദേഷ്യവും മാത്രം. അവരെ വെറുതെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു. വിങ്ങിക്കറിയുന്നവളെ ചിന്നമ്മ പതിയെന്ന് വിളിച്ചതും ഒരു ഞെട്ടലോടെ മുഖമൊന്ന് ഉയർത്തി നോക്കിയവൾ. ഉള്ളുപിടയുന്നൊരു വേദന തോന്നിപ്പോയവർക്ക് ഈ ചെറുപ്രായത്തിൽ അനുഭവിക്കാൻ ഇനിയൊന്നും ബാക്കിയില്ല. പെണ്ണായി ജനിച്ചു പോയി എന്നുള്ള ഒറ്റ കാരണത്താൽ രാഗിമോളും ഗൗരി എപ്പോഴും 2ാം സ്ഥാനക്കാരായിരുന്നു. രുദ്രനോ അബിക്കോ അജുവിനോ ഒന്നും കിട്ടുന്ന പരിഗണനയൊന്നും ഒരിക്കലും രണ്ടുപേർക്കും കിട്ടിയിരുന്നില്ല. എന്നും ഒരുമിച്ചായിരുന്നു രണ്ടുപേരും. രാഗിമോളെങ്കിൽ ഈ സമയം കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഗൗരി ഇത്രമേൽ തളർന്നു പോയില്ലായിരുന്നെന്ന് ഓർത്തുപോയി ചിന്നമ്മ. എന്നെ കൊണ്ടുപോവാ ചിന്നമ്മേ. മുത്തശ്ശി കരയല്ലേ, ഇങ്ങനെ കരഞ്ഞ എന്ത് കാര്യ കുഞ്ഞേ? എനിക്ക് വയ്യ, എന്നൊന്ന് കൊന്നു തരാൻ പറ. ഇങ്ങനെയൊന്നും പറയല്ലേ മോളെ, എല്ലാം ശരിയാവും. എന്തോ വെറും വാക്കാണ് പറയുന്നതെന്ന് അറിയാമെങ്കിൽ പോലും അങ്ങനെ പറയാനാണ് അവർക്ക് തോന്നിയത്. മോളുവാ, ഇനിയും കരഞ്ഞിരുന്ന അവർ വീണ്ടും വരും. ചിന്നമ്മത്തെല്ലൊരു ഭയത്തോടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും കൂടുതൽ എതിർപ്പ് കാണിക്കാതെ അവളും ചിന്നമ്മയെ അനുസരിച്ചു. തന്നെ ഈ വീട്ടിലൊരു മനുഷ്യജീവിയായി കാണുന്ന ഒരേ ഒരാളാണ്. അവർക്ക് കൂടി ഒരു ബുദ്ധിമുട്ടായിക്കൂടാ. ആ അവസ്ഥയിൽ അവൾ ചിന്തിച്ചത് അതുമാത്രമായിരുന്നു. അവന് മുന്നിലായി തലകുനിച്ച് നിൽക്കുമ്പോൾ ചുറ്റുമുള്ള ആരെയും ഒന്നിനെയും വെറുതെ പോലും നോക്കിയില്ല അവൾ. തനിക്കും തൻ്റെ ജീവിതത്തിനും വിലയിട്ടവനാണ് ചുറ്റും. വെറുതെ പോലും ആരെയും മുഖം കാണാൻ ആഗ്രഹിച്ചിരുന്നില്ല ഗൗരി. അബിയും അജു എല്ലാം വേദനയോടെ അവളെ നോക്കി. കുറ്റബോധം കൊണ്ട് അവരുടെ ഉള്ളിൽ പിടയുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും അജുവിൻ്റെ ജീവിതമായിരുന്നു അവർക്കെല്ലാം വലുത്. പുറത്ത് തടിച്ചുകൂടിയ മീഡിയാസിനെയും കൂടെ ഡ്യൂട്ടിക്കായെത്തിയ പോലീസ് ഫോഴ്സിനെയും ശക്തി തന്നെ പറഞ്ഞു വിട്ടു. പ്രത്യേകിച്ചൊന്നും കണ്ടെത്താനായില്ലെന്നുള്ള അവൻ്റെ വെളിപ്പെടുത്തൽ അല്പം നിരാശയോടെയാണെങ്കിലും വന്നവരെല്ലാം തിരിച്ചുപോയി. അവളിലുള്ള എല്ലാവരുടെയും ദൃഷ്ടി ഒരുപോലെ മറച്ചുകൊണ്ട് അവൾക്ക് മുന്നിലേക്ക് കയറി നിന്നവൻ. മഞ്ഞച്ചരടിലായി കോർത്ത താലി ആരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കാതെ അവളുടെ കഴുത്തിലേക്ക് കെട്ടി. മിഴികൾ ഇറുകെ അടച്ച് കണ്ണുനീരിനെ സ്വതന്ത്രയാക്കി ഗൗരി. ഇനിയുള്ള ജീവിതത്തിൻ്റെ ഒഴുക്ക് എവിടേക്കാണെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലായിരുന്നു ഗൗരി. മാലിനിയുടെയും ശേഖരൻ്റെയും കണ്ണുകൾ നിറഞ്ഞു. മകൻ്റെ പുണ്യമായിരുന്നവളാണ്. പുറംകാലുകൊണ്ട് അവൻ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞ നിധി ഇന്നവൾ മറ്റൊരുവന് സ്വന്തമായിരിക്കുന്നു. വല്ലാത്തൊരു നഷ്ടബോധത്തോടെ അവളെ ഒന്ന് നോക്കിയവർ. ഹരിയുടെയും കണ്ണുകൾ നിറഞ്ഞു. മകളെ ഓർത്ത് വേദനയുണ്ടെങ്കിൽ പോലും അമ്മയെ എതിർക്കാൻ അയാൾക്ക് ആവുമായിരുന്നില്ല. ഭാര്യയെ അടച്ചിട്ട വാതിലിന് നേരെ അയാളുടെ മിഴികൾ പാഞ്ഞു. മയങ്ങാനുള്ള മെഡിസിൻ കൊടുത്ത് കിടത്തിയതാണ്. ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴാവും ഇനി ഗൗരി അന്വേഷിച്ചുള്ള ബഹളം. ദീർഘമായി ഒന്ന് വിശ്വസിച്ചുകൊണ്ട് അയാൾ മിഴികൾ അടച്ചു തുറന്നു. ഹരി, അവളുടെ കൈ പിടിച്ചു കൊടുക്ക്. ശ്രീദേവിയമ്മ ആജ്ഞാപിച്ചു. അയാൾ ഗൗരിയുടെ അരിയിലേക്ക് വന്ന അടുത്ത നിമിഷം അയാൾക്ക് മുന്നിൽ തടസ്സം തീർത്തുകൊണ്ട് കയറിന്നിരുന്നു ശക്തി. എല്ലാവരും അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ള പകപ്പിൽ നിൽക്കുമ്പോൾ ഗൗരി മാത്രം മുഖമുയർത്തി നോക്കാൻ നിന്നില്ല. മനസ്സ് മരിച്ചവർ ശരീരം മാത്രമായി മാറിയിരുന്നു അവൾ ആ നിമിഷം. ഇവൾക്ക് മേലുള്ള എൻ്റെ അവകാശമാണ് ഞാൻ നേടിയത്.
ഇനി അച്ഛനായാലും കൊച്ചച്ഛനായാലും ഇവളൊന്നും നോക്കാൻ പോലും ശ്രമിക്കരുത്. വല്ലാത്തൊരു ചിരിയോടെ ഒരു താക്കീതോടെ പറഞ്ഞു നിർത്തുമ്പോൾ ഒരു പകപ്പോടെ അവരെല്ലാം അവനെ നോക്കി. പോകാം അല്ലേ ഭാര്യയെ? അവളുടെ കുനിഞ്ഞ മുഖം പിടിച്ചു വരുത്തിക്കൊണ്ട് പതിയെ ചോദിച്ചു നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് അവനെ ഒന്ന് നോക്കിയവൾ. വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു ശക്തി. അടുത്ത നിമിഷം അവളെ ഒന്നാകെ വാരിയെടുത്ത് അവനെ നെഞ്ചിലേക്ക് ചേർത്തു. പിടഞ്ഞിറങ്ങാൻ നോക്കിയവളെ തീക്ഷ്ണമായൊരു നോട്ടം കൊണ്ട് തന്നെ അടക്കി നിർത്തിക്കൊണ്ടവൻ അവളുമായി പുറത്തേക്ക് നടന്നു. പുറകെ ബാക്കിയുള്ളവരും. പടിപ്പുര കടന്ന് ശക്തിയുടെ ഒഫീഷ്യൽ വാഹനം വന്നു നിന്നും ഉമ്മറത്തേന് അവനെയും കാത്തുന്ന അച്ഛൻ്റെയും മുത്തശ്ശൻ്റെയും നോട്ടം അവനിലേക്കായി. മുത്തശ്ശിയും ശക്തിയുടെ അമ്മയും അവൻ്റെ ബാല്യത്തിൽ തന്നെ മരിച്ചുപോയതാണ്. പിന്നെ അവനെ വളർത്തിയതും നോക്കിയതെല്ലാം അച്ഛനും മുത്തശ്ശനും ചേർന്നാണ്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ്റെ അനിയൻ ദത്തിൻ്റെയും ഭാര്യ സുമയുടെയും ഒപ്പമായിരുന്നു. ഇരുവർക്കും ശക്തിയുടെ പ്രായത്തിലുള്ള ഒരു മകൻ കൂടിയാണുള്ളത്. മഹാദേവൻ, മഹി എന്ന് വിളിക്കും. ആളൊരു ഡോക്ടറാണ്. ശക്തിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ. ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും തന്നെ നോക്കി നിൽക്കുന്ന അച്ഛനെയും മുത്തശ്ശനെയും വെറുതെ ഒന്ന് നോക്കിയവൻ. അടുത്ത നിമിഷം അവരിൽ നിന്ന് തിരിഞ്ഞ് സീറ്റിലായി കിടന്ന് മയങ്ങിപ്പോയവളെ ഉണർത്താതെ തന്നെ കയ്യിലേക്ക് എടുത്തു. കാലത്ത് ഡ്യൂട്ടി എന്ന് പറഞ്ഞു പോയാൻ ഒരു പെണ്ണിനെ എടുത്തുകൊണ്ട് വരുന്ന കണ്ടതും രണ്ടുപേരും ഞെട്ടിലോടെ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റുകൊണ്ട് അവനെ മിഴിച്ച് നോക്കി. ശക്തി ആരെയും നോക്കാതെ അവളെയും കൊണ്ട് നേരെ അകത്തേക്ക് കയറി. പുറകെ പരസ്പരം നോക്കിക്കൊണ്ട് അവരും. മുകളിലെ റൂമിൽ അവളെ ബെഡിലേക്കായി സൂക്ഷിച്ച് കിടത്തിക്കൊണ്ട് അവനൊന്ന് നോക്കി. തളർന്നുള്ള മയക്കത്തിലാണ് പെണ്ണ്. കാറിൽ കയറിയത് മുതൽ അടക്കി പിടിച്ചുള്ള കരച്ചിലായിരുന്നു. അവനൊന്ന് ഒച്ചയെടുത്തപ്പോഴാണ് ഒതുങ്ങിയത്. പിന്നീട് എപ്പോഴോ മയങ്ങി തോളിലേക്ക് തന്നെ ചായുകയും ചെയ്തു. മുഖമൊന്ന് കുനിച്ച് അവിടെ അനുവാദത്തിന് പോലും കാത്തു നിൽക്കാതെ ആ ചുണ്ടുകളിലായി ഒന്ന് അമർത്തി ചുംബിച്ചവൻ. പഞ്ഞിയിൽ ചുണ്ടമർത്തിയതുപോലെ അവൻ്റെ മിഴികളൊന്ന് വിടർന്നു. കവളിൽ കൂടി ചുണ്ട് ചേർത്ത് മുത്തിക്കൊണ്ടവൻ അവളിൽ നിന്നകന്നു. തിരിച്ച് താഴേക്ക് ഇറങ്ങി വരുമ്പോഴേ കണ്ടു തന്നെയും നോക്കിയിരിക്കുന്ന അച്ഛനെയും മുത്തച്ഛനെയും. രണ്ടാളുടെയും മുഖം കണ്ടാലറിയാം എന്തോ ചോദിക്കാനുണ്ടെന്ന്. അതെന്തായിരിക്കുമെന്നറിയാം. കണ്ണാ, അത് എൻ്റെ ഭാര്യ. അച്ഛൻ്റെ ചോദ്യത്തിന് വേഗം തന്നെ മറുപടി നൽകിയവൻ. ഒരു നിമിഷം രണ്ടുപേരും ഞെട്ടലോടെ അവരെ നോക്കി നിന്ന് പോയി. ഭാര്യയോ? എന്തൊക്കെയാ കണ്ണ ഈ പറയുന്നേ? വെറുതെ ഭ്രാന്ത് പറയരുത്. ഇത്തവണ മുത്തശ്ശൻ്റെ ശബ്ദമൊന്ന് ഉയർന്നു. അടുത്ത നിമിഷം സെക്കൻഡ് ഒറ്റ നോട്ടത്തിൽ അദ്ദേഹം ഒന്ന് പരിങ്ങി. ഭ്രാന്തൊന്നുമില്ല, എനിക്കൊന്ന് കല്യാണം കഴിക്കാൻ തോന്നി. അതിന് പറ്റിയവളെ കണ്ടപ്പോൾ കെട്ടി. മോനെ, ആ കുട്ടി പറഞ്ഞാലറിയും. മാടമ്പി തറവാടിലെ ഹരിശങ്കരുടെ മകളാ ഗൗരി. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാ എൻ്റെ മുറപ്പെണ്ണ്. കണ്ണാ, അത് ആ കുട്ടി, അവളുടെ വിവാഹം. ഒന്ന് ഞെട്ടിന്ന് അച്ഛൻ എന്തോ പറയാൻ തുടങ്ങിയതും ആളിലെ ടീ വലിയൊരു ശബ്ദത്തോടെ നിലത്ത് വീണ് പൊട്ടിയതും ഒരുമിച്ചായിരുന്നു. പറയാമെന്ന് വിഴുങ്ങിക്കൊണ്ട് അച്ഛൻ അവനെ നോക്കി നിന്നുപോയി. മുഖവും കണ്ണും ഒരുപോലെ ചുവന്ന് വല്ലാത്തൊരു ദേഷ്യത്തിൽ നിൽക്കുന്ന ശക്തി. ഭയം തോന്നിപ്പോയി അവർക്ക്. ദേഷ്യവും വാശിയും ഏറെ ഉള്ളവനാണ്. ബന്ധവും സ്വന്തമൊന്നും നോക്കുകയുമില്ല. അറിയാനായ പ്രായം മുതൽ ഇവൻ ഇങ്ങനെയാണ്. ആദ്യമൊക്കെ തല്ലിയും വഴക്ക് പറഞ്ഞു നോക്കി. പിന്നെ കൗൺസിലിങ്ങും തെറാപ്പിയൊക്കെ കൊടുത്തു നോക്കി. ഒന്നും ഫലം കണ്ടില്ലെന്ന് മാത്രമല്ല, വളരും തോറും അതൊക്കെ കൂടി വന്നു. ആരെയും അനുസരിക്കില്ല. ഈ സ്വഭാവം കൊണ്ട് തന്നെ ചുറ്റും ശത്രുക്കളെ സമ്പാദിച്ച് കൂട്ടിയിട്ടുമുണ്ട്. ഇപ്പോൾ ഒരു പെൺകുട്ടിയെയും പിടിച്ചുകൊണ്ട് വന്നിട്ട് ഭാര്യയാണെന്ന് പറയുന്നു. എന്തൊക്കെയാണോ എന്തോ. അതിനെ തട്ടിക്കൊണ്ടുവന്നാണെന്ന് പോലും അച്ഛനും മുത്തശ്ശനും ചിന്തിച്ചു പോയി. അവൾ എന്റെയാ, എന്റെ ഭാര്യ. വേറെയൊന്നും ആരും പറയണ്ട, എനിക്കത് ഇഷ്ടമല്ല. വാശിയോട് അത്രയും പറഞ്ഞുകൊണ്ട് അവൻ മുകളിലേക്ക് പോകുമ്പോൾ മിഴിച്ചു നിൽക്കാനേ അച്ഛനും മുത്തശ്ശനുമായുള്ളൂ. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്നോർത്ത് ഇരുവരും ഞെട്ടലോടെ നിന്നു. തുടരും.